ഹായ്. ജബറിയുടെ വീട്ടുകാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വീട്ടുകാർ ആൻഡ് കൂട്ടുകാർ എന്ന രീതിയിലാണ് ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് വായിക്കാം. ആക്ച്വലി ഈ ഒരു വിഷയത്തിൽ എനിക്ക് സത്യത്തിൽ ആ പയ്യനോട് പാവ സങ്കടമാണുള്ളത്. വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പറയുന്ന രീതിയിൽ എന്തിനോട് ചേർന്ന് നിൽക്കുന്നു അതിനെ റിലേറ്റഡ് ആയിരിക്കുമല്ലോ അവന് കിട്ടുന്ന സൈബർ ബുള്ളിയും അറ്റാക്കും. നേരിട്ട് അറിയത്തില്ല എങ്കിൽ പോലും ഒരു പേഴ്സണാലിറ്റി ഇകഴ്ത്താനോ ഇടിച്ചു താത്താനോ ഒന്നും നമ്മളാരും ശ്രമിക്കാറില്ല. അവരുടെ ക്യാരക്ടർ കൊണ്ട് തന്നെയാണ് അവർക്ക് അത്തരത്തിലുള്ള ഒരു അടിയും തൊഴിയും ഒക്കെ കിട്ടുന്നെങ്കിൽ ഉള്ളത്. അപ്പം അവരിട്ട ഒരു പോസ്റ്റാണ്. ദിസ് ഈസ് എ ഹംബിൾ റിക്വസ്റ്റ് ഫ്രം ഹിസ് ഫ്രണ്ട് ആൻഡ് ഫാമിലി. അവരുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൽ നിന്നുള്ള ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. ദയവായി വളരെ താഴ്ന്നിറങ്ങി അവർ റിക്വസ്റ്റ് ചെയ്യണം. നോബഡി ഡിസേർവ് ദിസ് മച്ച് ഹെറ്റ്. ആരും ഇത്രയധികം വെറുപ്പ് ആശിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് അവർക്ക് കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു പോകാൻ അത് ഫുൾ ടോപ്പിക് എടുത്ത് പറഞ്ഞാൽ ഒക്കത്തില്ല. അപ്പം നോബഡി ഡിസേർവ് ദിസ് മച്ച് ഹേറ്റ്. ഓഫ് കോഴ്സ് നോബഡി ഡിസേർവ്, ബട്ട് ഹീ ഡിസേർവ്. അയാളത് അർഹിക്കുന്നുണ്ട്. അവൻ അർഹിക്കുന്ന ഒരു ഹേട്രസ് തന്നെയാണ് പൊതുജനം അവർക്ക് കൊടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ കമ്മിറ്റഡ് ആണ് 100 വട്ടം പറയുന്ന ഒരു പെൺകുട്ടിയെ തൻ്റെ വലയിലേക്ക് ആക്കാൻ അവൻ ശ്രമിക്കുന്ന ഒരു ശ്രമത്തിന് അവൻ കോഴിയാണോ അല്ലയോ എന്നുള്ളത് സെക്കൻഡറിയാണ്. ബട്ട് അവൻ ചെയ്ത ഒരു ആറ്റിറ്റ്യൂഡ് വളരെ ബോറാണ്. അത് ഒരുപാട് പ്രാവശ്യം ഹൈലൈറ്റ് ചെയ്ത് ബിഗ് ബോസ് കാണിക്കുന്നുമുണ്ട്. നമ്മൾക്ക് കോഴിയായ ജാസ്മിനെ മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഈ കോഴിയും കൂടെ പോയി ചേരുമ്പോൾ 2 കോഴികൾ ചേർന്ന് മുതുക്കോഴികളായി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതിനകത്ത് അവൻ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ഹി ഡിസേർവ് സോ മച്ച് ഹേറ്റ്. ബിക്കോസ് ഔട്ട്സൈഡ് ഒരു പേഴ്സൺ ഉണ്ട്, ഒരു കുടുംബമുണ്ട്. അവരെയൊക്കെ നാണം കെടുത്തിക്കൊണ്ട് ഒരു പെണ്ണിനെ വളയ്ക്കാൻ അവൻ കാണിച്ച കുൽസിതങ്ങളൊക്കെ തന്നെ ബോറിംഗ് ആണ്. എന്താണ് ഈ പെണ്ണുങ്ങളുമായിട്ട് ഇടപഴകി ഇരുന്നാൽ മാത്രം എന്ന് കൃഷ്ണൻ കളിക്കുകയാണ് ആ പുള്ളി. തീർച്ചയായിട്ടും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. മതവാദികളാണെങ്കിൽ ആ മതത്തിനനുസരിച്ച് എനിക്ക് കുറേ കാര്യം പറയാനുണ്ട്. അത് നിങ്ങൾ അങ്ങനെ പറയാത്തടത്ത് ഞാനത് പറയുന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് എ ഗെയിം. ഓ അങ്ങനെയാണോ? ഇറ്റ്സ് നോട്ട് എ ജസ്റ്റ് എ ഗെയിം. അതിനകത്ത് ആരുടെയൊക്കെ ക്യാരക്ടർ റിവീൽ ആകുന്നുണ്ട്. അവരുടെ കപ്പാസിറ്റി, അവരുടെ നിലപാടുകൾ അത് വ്യക്തമാക്കാനുള്ള വേദി കൂടിയാണത്. ഗെയിം അതിനകത്ത് കൊടുക്കുന്ന ടാസ്ക് മാത്രമാണ്. ആ ഒരു ഷോ ഗെയിം അല്ല. അതൊരു തെറ്റിദ്ധാരണാജനകമായ സ്പ്രെഡിങ് ആണ്. ഒരിക്കലും അത് ഷോ ഗെയിം അല്ല. ഷോ ഒരു റിയാലിറ്റി ഷോയാണെന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയണം. റിയാലിറ്റി ഷോയിൽ കൊടുക്കുന്ന ടാസ്കുകളാണ് ഗെയിം. ആ ടാസ്കുകൾ ഗെയിം തന്നെയാണ്. പക്ഷെ മറ്റത് ഗെയിം അല്ല. ആരാ നിങ്ങളോട് പറഞ്ഞത് ഗെയിമാണെന്ന്? അപ്പം അവ അവിടെ കളിക്കാനാണോ പോയത്? അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കളി എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. അവനും ഇമോഷൻസ് ഉണ്ട്, ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഉള്ള ഒരു മനുഷ്യനാണ്. എല്ലാവരും കൂടി കോർണർ ചെയ്തു ഡയറക്റ്റ്ലി ഗബ്രിയെ സൈബർ ബുള്ളീസിലേക്ക് ഇട്ടുകൊടുക്കും. അത് നമ്മൾ ശ്രമിച്ചാലൊന്നും നടക്കുന്ന കേസല്ല. സ്വയം അങ്ങനെ ഇറങ്ങി കുത്തിയിരിക്കുന്ന ഒരുത്തനാണ്. ആ പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കുന്നു, നീ എന്തിന് ഫുഡ് വേസ്റ്റ് ചെയ്തു? ചോദ്യം ജെന്യുവിനാണ്, ചോദിക്കുന്ന ക്യാപ്റ്റനാണ്. ഷീ ഷുഡ് ആൻസർ ദാറ്റ്. അതിന് പകരം ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യും, ഞാൻ അതിന് ഇതാക്കുമെന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ട് വന്ന് അതിനകത്തേക്ക് ചാടി വീഴുന്നത് ആരാണ്? അപ്പം എരന്ന് വാങ്ങിക്കുന്നത് ഏണി വെച്ചാണ് പോയി പണി വാങ്ങിക്കുന്നത്. അങ്ങനെ ഒരുത്തന്നെ ആർക്ക് തിരുത്താനാവും? എന്തൊക്കെയാണ് പറയുന്നവർക്കാണോ കുഴപ്പം? നല്ല കഥയായിപ്പോയി. അത് നല്ല സൂപ്പർ കഥയായിപ്പോയി കേട്ടോ. ദർ ഈസ് നോ വൺ ഫോർ ഹിം. ആരുമില്ല. അങ്ങനെ പറയരുത്. അവിടെ അവന് വേണ്ടി മാത്രമേ ആൾക്കാർ. റസ്മിൻ പിന്നെ എന്തുവാ? അവന് വേണ്ടി പ്രാണം കൊടുക്കും റസ്മിൻ. പിന്നെ അയ്യോ, പിന്നെ ജബ്രി എന്ന പേര് തന്നെ എന്തുകൊണ്ടാ? ജാസ്മിൻ അവന് വേണ്ടി വാദിക്കുന്നത് കണ്ടില്ലേ? പുറത്ത് അവൾ കമ്മിറ്റഡ് ആയ, അവൾക്ക് ഡ്രസ്സ് ഉൾപ്പെടെ അവളുടെ സർവ്വ സാധനങ്ങളും കൊടുത്ത് അവളെ വീട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പയ്യന്റെ മുഖത്തേക്ക് തൂറി എറിയുന്ന രീതിയിലാണ് ഗബ്രിയെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ പരം എന്ത് പ്രൊട്ടക്ഷനാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു പെണ്ണ് അവളെ കട്ടയ്ക്ക് വട്ടത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം. അവളുടെ ലൈഫ് പോയി, അവൾ മൊത്തത്തിൽ ഏറി കിടക്കുകയാണ്. എന്നിട്ടും എനിക്ക് ഗബ്രിയോട് സ്നേഹമാണ് എന്ന് പറയുന്നില്ലേ? അത് ചെറിയ കാര്യമാണോ? അത്രയും വലിയൊരു പ്രൊട്ടക്ഷൻ പോരെ? അവിടുത്തെ ഏറ്റവും സൂപ്പർ പവറുള്ള ആളുകളെ അടിച്ചെത്തി ഇമോഷൻ ഡാമേജ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു രാക്ഷസിയാണ് അവനെ സപ്പോർട്ട് ചെയ്യണത്. അതൊരു ചെറിയ കാര്യമാ? എന്തുവാ അയ്യേ. ഡെഫിനറ്റ്ലി ഗബ്രി ഈസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ഗെയിമർ. അത് സമ്മതിച്ചല്ല, ഗുഡ് ഗെയിമർ അല്ലേ? ജസ്റ്റ് ബിക്കോസ് ഓഫ് എ കോംബോ ഇത്രയും ഡിസ്കസ്റ്റിംഗ് കമൻസ് ഇടുന്ന വളരെ ടോക്സിക് ആണ്. അവരൊക്കെ മനുഷ്യരാണ്. നോബഡി ഈസ് പെർഫെക്റ്റ്. ദേ ഹാവ് ലൈഫ് ഔട്ട്സൈഡ് ടു. സ്റ്റോപ്പ് സ്പോയിലിംഗ് ലൈഫ്സ്. മറ്റുള്ളവരുടെ ലൈഫ് നഷ്ടപ്പെടുത്തണം. അപ്പോൾ ഇവൻ കാരണം നഷ്ടപ്പെട്ട ഒരു ലൈഫ് പുറത്തുണ്ട്. അയാൾ ഇതുപോലൊരു ഇതിട്ടായിരുന്നു അഫ്സൽ. അതിനെപ്പറ്റി എന്താണ് ഈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് പറയാനുള്ളത്? പിന്നെ മറ്റുള്ളവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യണമെന്ന്, അത് കൃത്യമായി ആരാരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന വ്യക്തമല്ലേ? ഈ കിടന്ന് കിണ എന്തുകൊണ്ട് ജാൻമണി പറഞ്ഞൊരു സാധനത്തിന് എക്സ്പോസ് ചെയ്യാൻ അവന് പറ്റിയില്ല? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റാത്ത എന്താണ്? അവന് പെൺകുട്ടികളെ കാണുമ്പോൾ കാമം തോന്നുന്നു എന്ന് പറഞ്ഞു എന്ന കാര്യമല്ലേ അവിടെ ഹൈലൈറ്റ് ചെയ്ത് ബിഗ് ബോസ് കൊണ്ടുവന്നത്? എന്താ ആ സമയത്ത് അവൻ്റെ അണ്ണാക്കി പിരിവെട്ടിയോ?
അവൻ്റെ എക്സ്പ്ലനേഷൻ അവൻ അവിടെ കൊടുക്കണമായിരുന്നു, കൊടുത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ജാൻമണി പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് കൂടുതൽ അട്രാക്ഷൻ റസ്മിൻ്റെ ബോഡി കാണുമ്പോഴാണ് എന്ന് പറഞ്ഞ അവൻ നല്ലവനാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അയ്യോ, അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കേസാണ് കേട്ടോ. പൊതുജനം എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും എന്നുള്ളത് വസ്തുത. പിന്നെ അവന് ഡിസ്കസ്റ്റിംഗ് കമൻറ്റ് കൊടുക്കുന്ന ടോക്സിക് സമൂഹമാണെന്ന് പറയുന്നു. അയ്യോ, ഞങ്ങൾക്കാണോ കുഴപ്പം? ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും ബിഹേവിയറും അതിനകത്ത് കാണിക്കുന്ന അവനാണ് കുഴപ്പമെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല അല്ലയോ? അയ്യോ, എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ, ഗബ്രിയുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ, ഒറ്റ ചോദ്യമുള്ളൂ, ഇത് നിങ്ങളുടെ വളർത്തുദോഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ അവൻ ബിഹേവ് ചെയ്യുന്നത്. അതിനെ റിയാലിറ്റിയായി മനസ്സിലാക്കി തലയിൽ മുണ്ടിട്ട് നടക്കൂ, അല്ലാതെ വേറെ നിവർത്തിയില്ല. തൂറിയവനെ ചുമന്നാൽ ചുമന്നവന് നാറുമെന്നൊരു ചൊൽവാക്കുണ്ട്, അതവിടെ ആപ്റ്റാണ്, അത് കൃത്യമായി അവ അവിടെ കാണിക്കുന്നുമുണ്ട്. ദാറ്റ് ഈസ് മൈ പോയിന്റ്. ഇനി എന്താ? He does not deserve this amount of hatred. Please show some empathy and humanity. ഓഹോ, kindly stop spreading hate and spread love. അതവൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് സ്പ്രെഡ് ലവ്. അതവൻ ധാരാളം അവിടെ ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ പേർക്ക് അവൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലവ്. മനസ്സിലായോ? എന്നിട്ട് എൻ്റെ കുടുംബം സമ്മതിക്കില്ല എന്നു കുടുംബത്തിനെ വരെ എടുത്തു വെച്ച് ഊക്കുന്നവനാണ് അവൻ. കുടുംബക്കാരും ഫ്രണ്ട്സും കൂടെ വന്ന് നിൽക്കുന്ന ഫ്രണ്ട്സും കുടുംബക്കാരോടുമുള്ള അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് അവളവിടെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുടുംബത്തിനോടോ കൂട്ടുകാരോടോ ഒരല്പമെങ്കിലും ഇതുണ്ടെങ്കിൽ അവൻ ഇതുപോലൊരു ബിഹേവിയറോടെ കാണിക്കും? ഒരിക്കലും ഇല്ല. അപ്പോൾ അവിടെ കാണിക്കുന്നത് എന്താണെന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. പിന്നെ അതിനകത്ത് കിടന്ന് ഒലിപ്പിച്ച് പിടിക്കല്ലേ, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള സാധനമാണ് അത്. ബാക്കി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഉണ്ടടാ നിൻ്റെ കൂടെ എന്നും ഫ്രണ്ട്സ് ആൻഡ് ഫാം. ഇത് അവരിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അത് ഞാൻ എടുത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരു പെൺകുട്ടി മറ്റുള്ളവർക്കൊക്കെ തന്നെ ഹേട്രസ് വാരി കൊടുക്കുന്ന ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കോമൺ സെൻസ് ഉപയോഗിക്കണം. ആ കഴിഞ്ഞ ഒരു മാസത്തെ എപ്പിസോഡിൽ ഒരു എപ്പിസോഡ് പോലും ഇല്ല അവനോട് ഈ അലർട്ട് കൊടുക്കാത്തത്. ഓരോ തവണ അവനെ നോമിനേറ്റ് ചെയ്യുമ്പോഴും ഓരോ തവണ അവനോട് സംസാരിക്കുമ്പോഴും അതിൽ ഓരോരുത്തരും അവനോട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്ന ഒരേ കാര്യം, നീ ട്രാപ്പിലാണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത ഒരു തിരുമണ്ടൻ അവനല്ലാതെ വേറെ ആരുമില്ല. സ്പർശന സുഖം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ഇനി എന്ത് കോക്കനായിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് ഗെയിമിനേക്കാൾ വലുത് നീയാണ് ജാസ്മിൻ എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഹേറ്റേഴ്സ് 100% അവനെ ടാർഗറ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപക്ഷെ അവൾക്ക് പുറത്തുള്ള 10 മില്യൺ അല്ലെങ്കിൽ അവൻ്റെ മില്യൺ സബ്സ്ക്രൈബർ അവളെ സപ്പോർട്ട് ചെയ്യും. ആ സപ്പോർട്ട് എനിക്കും കിട്ടും, ഈ കോംബോ ഭയങ്കര ബൂസ്റ്റാണ് എന്ന് പുറത്തു നിന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് അകത്തേക്ക് വന്ന അവർക്ക് ജാസ്മിൻ ഇങ്ങനെ ഒരു ബാക്ക് ഹിസ്റ്ററി ഉള്ളത് അവൻ അറിയത്തില്ലായിരിക്കും. ഇനി അറിഞ്ഞാലും അത് അവൾ മാനിപ്പുലേറ്റ് ചെയ്തായിരിക്കും അവനോട് അവതരിപ്പിച്ചിട്ടുണ്ടാവുക. സോ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഗബ്രിക്ക് പറ്റിപ്പോയ അബദ്ധം മനസ്സിലാവുകയുള്ളൂ. അതുവരെ അവ ഏറി തന്നെ നിൽക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും തിരുത്താനും മാറി ചിന്തിക്കാനും അവസരമുണ്ടായിട്ട് പോലും വീണ്ടും ആ ഒരു കൂട്ടണിയിൽ പോയി നിൽക്കുന്ന അവൻ എന്താണെന്ന് നിങ്ങളെ കാണിക്കാൻ ജാസ്മിനും സീക്രട്ട് ഏജന്റും രാത്രി സംസാരിച്ച ഒരു സംഭാഷണമുണ്ട്. അതിനകത്ത് സീക്രട്ട് ഏജന്റ് ഗബ്രിയുടെ പേരേ പറയുന്നില്ല. പക്ഷെ ഗബ്രി ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഡീസൻ്റ് ആണ്. ഗബ്രി പറയുന്നതിനെ വെച്ചിട്ട് എന്നെ വളക്കരുത്, ഞാൻ ഡീസൻ്റ് ആണ്. ഗബ്രിയുടെ കാര്യം നമ്മളിവിടെ പറയുന്നില്ല, ഗബ്രി നമ്മുടെ വിഷയമല്ല, ഗബ്രി നമ്മുടെ ഇതല്ല എന്ന് പറയുന്ന അവളുടെ ഉള്ളിൽ ഗബ്രിയെ നെഗറ്റീവ് ആക്കാനുള്ള മെറ്റീരിയൽസാണ് അവൾ പുറത്തേക്ക് കൊടുക്കുന്നതെന്ന വ്യക്തമായ ധാരണയുണ്ട്. അതായത് സായിയോട് അവളുടെ എക്സ്പ്ലനേഷൻ പറയുന്നിടത്ത് സായി ചോദിക്കാത്ത ഒരു ചോദ്യമാണ് ഗബ്രി. ചോദിക്കാത്ത ഗബ്രിയെ അതിനകത്തേക്ക് എടുത്തിടുന്നതിൻ്റെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം നടന്ന എല്ലാ ഇഷ്യൂസിൻ്റെയും ബിഹൈൻഡ് ഗബ്രിയാണ്. ഗബ്രിയോടുള്ള ശത്രുതയാണ് ജാസ്മിനോട് ഇവരൊക്കെ കാണിക്കുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു കാരണവശാലും നമുക്കത് അംഗീകരിക്കാൻ ഒക്കത്തില്ല. കാരണം ഗബ്രി ആയിരുന്നില്ല അവിടെ പ്രശ്നം അവൾ തന്നെയാണ്. ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു വൃത്തികെട്ട സാധനമായിട്ടാണ് എനിക്ക് ജാസ്മിനുള്ളത്. അങ്ങനെയുള്ള ജാസ്മിൻ്റെ ഒപ്പം നിൽക്കുന്ന ആരൊക്കെ തന്നെയാലും എനിക്ക് അവരെ ഹേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ആ ഹേറ്റ് എന്തായാലും സ്പ്രെഡ് ആവും. അൺലെസ് തിരുത്തി കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റൊരു ചിന്തയിലേക്ക് അവൻ എത്താത്തിടത്തോളം ഈ ഹേറ്റ്രസ് പറന്നുകൊണ്ട് തന്നെ ഇരിക്കും. തർക്കമേ വേണ്ട, തർക്കിച്ചിട്ടും കാര്യമില്ല. നിങ്ങളെ ഓർത്ത് സിമ്പതിയുണ്ട്, എമ്പതിയുമുണ്ട്. പക്ഷെ അതിനർത്ഥം അവൻ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അവൻ കാണിക്കുന്നത് പക്ക വൃത്തികെട്ട ഒരു തരമാണ്. എന്തിനും ഏതിനും അവളുടെ കളവുകൾക്കൊക്കെ തന്നെ ചാടി വീഴുകയും മറ്റുള്ളവരോട് അവൻ ഉപയോഗിക്കുന്ന പദങ്ങൾ അത് തന്നെ വിലക്കി അവനെ ഒരു പ്രാവശ്യം പിടിച്ച് പുറത്താക്കി അവനെ തിരിച്ചെടുക്കുമ്പോൾ ഒരല്പം പോലും ഹംബിൾനെസ് അവൻ അതിനകത്ത് കാണിച്ചിട്ടില്ല. അവൻ വളരെ സന്തോഷത്തോടെ ഇറങ്ങിപ്പോവുകയാണ്. മറ്റൊരാൾക്ക് വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന പെണ്ണിനെ വെച്ച് ഗെയിം ഡെവലപ്പ് ചെയ്യാമെന്ന് ചിന്തിച്ച അവൻ
എത്രത്തോളം വൾഗറായിട്ടാണ് ആ ഗെയിമിനെ കാണുന്നതെന്നും പൊതുസമൂഹത്തിനെ കാണുന്നതെന്നും ഞങ്ങൾക്കറിയാം. ആ അറിവ് കൊണ്ട് പറയുകയാണ്, സോറി കേട്ടോ, ഇത് സാധിക്കുന്ന കാര്യമേ അല്ല. തീർച്ചയായിട്ടും ഡിസേർവ് ചെയ്യുന്ന ഹേറ്റേഴ്സ് തന്നെയാണ് അവൻ വാങ്ങിച്ചു കൂട്ടുന്നത്. അങ്ങ് അനുഭവിക്കുക എന്നല്ല, വേറെ ഇതിനകത്ത് സൊല്യൂഷൻസ് ഇല്ല. ടാറ്റാ.